ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം ഇപ്പോൾ ഇസ്രയേൽ നിർത്തിവെച്ചിരിക്കുകയാണ്. പലസ്തീനിലേക്കുള്ള എല്ലാ സഹായങ്ങളും നിർത്തിവെച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചത്. ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം നിർത്തിവെക്കാൻ ഉത്തരവിട്ടെന്ന് ഇസ്രയേൽ വൈദ്യുതി മന്ത്രി എലി കോഹൻ വ്യക്തമാക്കിയിരുന്നു. ഹമാസ് ബന്ദികളാക്കിയവരെ തിരിച്ചെത്തിക്കാൻ സാധ്യമായതൊക്കെ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗാസ മുനമ്പിൽ എത്രയും പെട്ടെന്ന് വൈദ്യുതി വിച്ഛേദിക്കാനുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞിരുന്നു. ബന്ദികളാക്കപ്പെട്ട ഇസ്രായേൽ പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ സാധ്യമായതൊക്കെ ചെയ്യും. കൂടാതെ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ഹമാസ് പൂർണ്ണമായും ഇല്ലാതായെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും എന്നാണ് എലി കോഹൻ വ്യക്തമാക്കുന്നത്. 15 മാസത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിൽ നിലവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ നീട്ടുന്നതിന് വേണ്ടി ഇസ്രയേൽ ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പലസ്തീൻ ഇത് പൂർണ്ണമായും അംഗീകരിക്കുന്നതുവരെ എല്ലാ സഹായ വിതരണവും ഇസ്രയേൽ നിർത്തിവെച്ചിരിക്കുകയാണ്. മാർച്ച് 1-നാണ് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിച്ചത്. ഇത് ഏപ്രിൽ പകുതിയിലേക്ക് നീട്ടണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം. എന്നാൽ വെടിനിർത്തൽ യുദ്ധം പൂർണ്ണമായും അവസാനിക്കുന്ന നടപടിയിലേക്ക് എത്തിക്കുന്നതാവണമെന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹമാസ് തടവിലാക്കിയ ബന്ദികളെ തിങ്കളാഴ്ചയോടുകൂടി വിട്ടയച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം സഹായങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ഇസ്രയേൽ യുദ്ധക്കുറ്റത്തിൽ ഏർപ്പെടുകയാണെന്നും ഇസ്രയേൽ ബന്ദികളെ ഈ നീക്കം ബാധിച്ചുവെന്നും ഹമാസ് ശനിയാഴ്ച പ്രതികരിച്ചിട്ടുണ്ട്. ഇസ്രയേലിൽ നിന്ന് ബന്ദികളാക്കിയ മുഴുവൻ ആളുകളെ മോചിപ്പിക്കണമെന്നും അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് അവസാന മുന്നറിയിപ്പാണെന്നും ട്രംപ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണത്തിനായി അറബ് രാജ്യങ്ങൾ പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തതിന് പിന്നാലെയാണ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പുമായി എത്തിയത്. ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ഇടപെടലുകളിൽ തന്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഗാസയുടെ പുനർനിർമ്മാണത്തിനായി അറബ് രാജ്യങ്ങൾ അംഗീകരിച്ച പദ്ധതിയെ അമേരിക്ക തള്ളിയിരുന്നു. അറബ് രാജ്യങ്ങളുടെ പദ്ധതി ഗാസയിലെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നതല്ലെന്നാണ് വൈറ്റ് ഹൗസും ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചത്. ഈജിപ്റ്റ് ആവിഷ്കരിച്ച $5300 കോടി പദ്ധതി കഴിഞ്ഞ ദിവസം കൈറോയിൽ നടന്ന ഉച്ചകോടിക്കിടെ അറബ് രാജ്യങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. 5 വർഷം കൊണ്ട് 3 ഘട്ടങ്ങളായുള്ള പുനരധിവാസ പദ്ധതിയാണിത്. യുദ്ധാനന്തരം ഗാസയെ ഇസ്രയേൽ തങ്ങൾക്ക് നൽകുമെന്നും ഗാസയെ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പലസ്തീനികളെ മറ്റെവിടേക്കെങ്കിലും മാറ്റിയ ശേഷമാകും പുനർനിർമ്മാണം എന്ന ട്രംപിന്റെ പ്രസ്താവനയെ അറബ് രാജ്യങ്ങൾ എതിർത്തിരുന്നു. തുടർന്നാണ് ബദൽ മാർഗവുമായി ഈജിപ്റ്റ് രംഗത്തെത്തിയത്. അറബ് പദ്ധതിയെ പലസ്തീനിയൻ അതോറിറ്റിയും ഹമാസ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര സമാധാന സേന ഉൾപ്പെടുന്ന സ്വതന്ത്ര സമിതിയുടെ താൽക്കാലിക ഭരണം ഗാസയിൽ ഏർപ്പെടുത്തണമെന്നും അറബ് ഉച്ചകോടിയിൽ ആവശ്യമുയർന്നിരുന്നു. അതേസമയം ഗാസയിൽ വിലക്കയറ്റം രൂക്ഷമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആവശ്യ വസ്തുക്കളുടെ വില കുതിച്ചുയരുകയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഭക്ഷണം, ഇന്ധനം, മരുന്ന് തുടങ്ങിയവയുടെ വിതരണം ഇസ്രയേൽ നിർത്തിവെച്ചതോടെയാണ് ഗാസയിൽ വിലക്കയറ്റം രൂക്ഷമായത്. ഗാസയിൽ 2 ആഴ്ചത്തേക്കുള്ള ഭക്ഷണം മാത്രമാണ് കരുതൽ ശേഖരമായി ഉള്ളതെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഫുഡ് ഏജൻസി വേൾഡ് ഫുഡ് പ്രോഗ്രാം വ്യക്തമാക്കുന്നത്. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ എത്തിയ ഭക്ഷണ വസ്തുക്കൾ മുഴുവൻ വിതരണം ചെയ്തിരുന്നു. ഇതാണ് ഗാസയിൽ കരുതൽ ശേഖരമായി കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാതാക്കാൻ കാരണമായത്. ആവശ്യ വസ്തുക്കൾക്ക് ക്ഷാമം നേരിട്ട് തുടങ്ങിയതോടെ ഗാസയിൽ പച്ചക്കറികളുടെയും ധാന്യമാവിന്റെയും വില കുതിച്ചുയരുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആവശ്യ വസ്തുക്കളുടെ വിതരണം ഇസ്രയേൽ നിർത്തിവെച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. വെടിനിർത്തൽ കരാർ ഹമാസിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ ഉപരോധമെന്ന് ഇസ്രയേൽ പറയുന്നു. ഹമാസുമായി എത്തിച്ചേർന്ന വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഇസ്രയേൽ വൈകിപ്പിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഗാസയ്ക്കുള്ള സഹായം തുടർന്നേക്കുമെന്നാണ് കരുതുന്നത്. സമ്മർദ്ദം വർദ്ധിപ്പിക്കാനാണ് തീരുമാനമെന്നും ഹമാസ് കരാർ അംഗീകരിക്കാൻ തയ്യാറാകാത്ത പക്ഷം ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം പൂർണ്ണമായി തടയാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. യുദ്ധത്തിൽ വീടുകൾ നഷ്ടമായതിനാൽ ഭൂരിഭാഗം പേരും അഭയകേന്ദ്രങ്ങളിലാണ്.